ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതനും ദൈവത്തിന് പ്രിയനുമായ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, ഒരിക്കൽ കൂടി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ സ്വർഗം എനിക്ക് തരുന്ന സുലഭ സുന്ദരമായ നിമിഷങ്ങൾക്ക് ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്ന കൂടെ നിങ്ങൾക്ക് ശുഭത നേരുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഒരു വാക്കിലെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാ ധന്യതയും സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകട്ടെ. അടിയങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഫലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ കൂടി അറിയിക്കുന്നു. ഒപ്പം എൻ്റെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് ലളിതമായൊരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന വേദവാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ട് വന്ന് തുടങ്ങി. ഒരപ്പൻ്റെ 2 മക്കളിൽ ഇളയ മകൻ ധൂർത്തുപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പനോട് ആ സമയത്ത്, അഥവാ അപ്പൻ മനസ്സോട് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒരർത്ഥത്തിൽ ധൃതി പിടിച്ച് ശല്യപ്പെടുത്തി വഴക്കുണ്ടാക്കി അപ്പനോട് തൻ്റെ അവകാശങ്ങളെല്ലാം ചോദിച്ച് പകുത്ത് തരണമെന്ന് പറഞ്ഞ് പങ്കിട്ട് വാങ്ങിച്ച് അതുമായി അപ്പനെ വിട്ട്, അപ്പൻ്റെ ഭവനം വിട്ട്, ആ കൂട്ടായ്മ വിട്ട് ദൂരദേശത്തേക്ക് പോയൊരു ധൂർത്തുപുത്രൻ അവൻ്റെ കയ്യിൽ കിട്ടിയ നന്മകളെല്ലാം, പിതൃസ്വത്തെല്ലാം, അവകാശങ്ങളെല്ലാം ഏതോ ദേശത്ത് കൊണ്ടുപോയി മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചു. അതെല്ലാം തീർന്നു എന്നെഴുതിയിരിക്കുന്നത്. എല്ലാം ചെലവഴിച്ചു. ആഘോഷത്തോടെ ആഡംബരത്തോടെ എല്ലാം ചെലവഴിച്ച ശേഷം അവന് ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ അവന് മുട്ട് വന്നു തുടങ്ങി. എന്നെ ഇന്ന് ആ വാക്ക് ഇച്ചിരി ഉലച്ചു ചിന്തയിൽ. മുട്ട് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ഇങ്ങനൊരു തലവാചകം എഴുതിയത്, ചില തുടക്കങ്ങൾ നന്മയ്ക്കാണെന്ന്. ഈ ചെറുപ്പക്കാരൻ വളരെ സൂക്ഷ്മതയോടെ പണം ഉപയോഗിച്ച് ബുദ്ധിപരമായിട്ട് എല്ലാവരുടെ മുമ്പിൽ നല്ലവനായി, അതുകൊണ്ട് ഒരു ലാഭം കൊയ്ത് അങ്ങനെ ഏതെങ്കിലും ദൂരദേശത്ത് പോയി സെറ്റിലായി ഒരു വലിയ കമ്പനിയൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ വലിയൊരു ഫാമൊക്കെ തുടങ്ങി, അങ്ങനെ തൊഴിലാളികളെ വെച്ച് ജീവിച്ച് പച്ച പിടിച്ച് അങ്ങ് പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കഥ കർത്താവ് ഇവിടെ അവതരിപ്പിക്കില്ലായിരുന്നു. പക്ഷേ ഇവന് മുട്ട് വന്ന് തുടങ്ങിയത് മെച്ചമായി എന്ന് വേണം പറയാൻ. ആ കഷ്ടത തുടങ്ങിയത്, ആ ദാരിദ്ര്യം തുടങ്ങിയത്, പണത്തിന് ഭയങ്കര ടൈറ്റ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ തുടക്കം ഒരു ജീവിത വഴിത്തിരിവിന് കാരണമായി. ഇല്ലേ? ഞാൻ ആ കഥ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിന്ന് 10 വട്ടം ചിന്തിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കം വന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ, ആഹാരത്തിന് പോലും ഭാരപ്പെടുന്ന ഒരു സ്ഥിതി വന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ, വേദപുസ്തക ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പ്രസംഗിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആത്മീയതയുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കഥ കർത്താവ് ഇങ്ങനെ പറയുമായിരുന്നു? ഇല്ലായിരുന്നു. ഇതൊരു കഥാപാത്രമാണ്. യേശുവിൻ്റെ സൃഷ്ടിയിൽ, അഥവാ താൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഉപമയിലൊരു ഉപമയാണ്. അതിലൊരു കഥാപാത്രമാണ് ധൂർത്തുപുത്രൻ. അവന് മുട്ട് വന്ന് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ ചില വാക്കുകൾ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10:47 എരിഹോവിലിരുന്ന കുരുടൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അവൻ നിലവിളിക്കാൻ തുടങ്ങി എന്ന് എഴുതി വെച്ചിരിക്കും. കൊച്ചൊരു വാക്കാണത്. നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി എവിടെ ചെന്നെത്തിയത്? ജീവിതം മാറ്റിയല്ലേ ആ നിലവിളി കൊണ്ടെത്തിച്ചത്. ചില വിഷയത്തിന് നിലവിളിക്കാൻ തുടങ്ങിയത്, ഞാൻ നിങ്ങളോടായത് പറയുന്നത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ചില കാര്യത്തിന് അങ്ങ് കരയാൻ തുടങ്ങി. അതെപ്പോഴും അങ്ങ് പറയുമ്പോഴും ഓർക്കുമ്പോഴൊക്കെ കരയുക. ആ കരച്ചിൽ നിങ്ങൾക്ക് BP കൂടി ചങ്ക് തകർന്ന് ആസ്പത്രി കൊണ്ടുപോയിട്ട് കുറേ കാശോടെ കളഞ്ഞ് അവസാനിച്ച്
അനാരോഗ്യമായിട്ട് വീട്ടിൽ വന്നൊരു കട്ടിലേ ഒതുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ചില നെഗറ്റീവായ കരച്ചിലൊരു ഒരു 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 നല്ല കാര്യമല്ലല്ലോ. കരയാൻ വേണ്ടി ജനിച്ചവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചിലരോട് പറയാറുണ്ട്, എന്നും കരയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കരയാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നും കരയാൻ വേണ്ടി ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ മക്കളെ ഓർത്ത് കരയാൻ ഒരു വിഷയം വന്നു. എൻ്റെ അമ്മമാരോട് പറയട്ടെ, ആ കരയാൻ തുടങ്ങിയതൊരു നന്മയെ ചെന്ന് നിൽക്കും. കാരണം നമുക്കൊരു ദൈവം ഉള്ളതുകൊണ്ട്. കരഞ്ഞു തുടങ്ങി, നിലവിളിച്ചു തുടങ്ങി. ആ നിലവിളിച്ച് തുടങ്ങിയതാണ് അവൻ്റെ ജീവിതം മാറ്റിമറിക്കാനിടയായത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ മറ്റൊരു കഥാപാത്രം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതും ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവനോടിരുന്ന ഒരാളല്ല, ഒരു സ്ത്രീയാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ. സ്വർഗത്തിലൊരു അടയാളമായി പറയുകയാണ്. വ്യാഖ്യാനിച്ചെടുക്കേണ്ട ഒരു കഥാപാത്രമാണത്. വെളിപ്പാട് 12:13 ആ കഥയിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ സർപ്പം ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവം തുടങ്ങി. ആ ഉപദ്രവം ഈ സ്ത്രീയെ തല്ലിക്കൊന്ന് അവസാനം ശവടക്കാൻ പോലും ആരുമില്ലാതെ അവർ തീർന്നെന്നല്ല. ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവക്ക് വേണ്ടി മറ്റൊരു സ്ഥലം കരുതി അവിടേക്ക് പോകാൻ 2 ചിറക് കൊടുത്തു. അങ്ങനെ അവൾ പറന്ന് അവക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി. ചില ഉപദ്രവങ്ങൾ ചിലയിടത്തുനിന്ന് തുടങ്ങുന്നത് നന്മയ്ക്കാണ്. ചില മാറ്റങ്ങൾ സംഭവിക്കാൻ. ലാബാൻ്റെ മുഖം പണ്ടത്തെ പോലല്ല, മാറാൻ തുടങ്ങി. ഉൽപ്പത്തിയിലുണ്ട്. ആ തുടക്കമാണ് യാക്കോബിനെ ദൈവത്തിന് അവിടെ കിടന്ന് പെട്ടുപോകേണ്ട, അടിമയായി കിടന്ന് ലാബാൻ്റെ അടിയാളനായി തീരേണ്ടവനെ ഇസ്രായേലാക്കി മാറ്റാൻ, യാബോക്കിൻ്റെ കടവിലേക്ക് എത്തിക്കാനൊക്കെ ഇടയായത് ചിലരുടെ മുഖം മാറാൻ തുടങ്ങിയതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ചില തുടക്കങ്ങൾ പോസിറ്റീവായിട്ടായിരിക്കില്ല, നിങ്ങളുടെ ദൃഷ്ടിയിൽ നെഗറ്റീവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ 3-4 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ. ധൂർത്തുപുത്രൻ്റെ കാര്യത്തിൽ അവിടെ ക്ഷാമം, അല്ലെങ്കിൽ അവന് മുട്ടുവരാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മുട്ടുവരാൻ തുടങ്ങിയോ? കരണ്ട് കാശ് അടയ്ക്കാൻ പോലും ഇല്ലാതെ, വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ മുട്ടുവരാൻ തുടങ്ങിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇത് കൊണ്ടുപോയി നിങ്ങളെ ആത്മഹത്യയെ കൊണ്ട് നിർത്തുമെന്നല്ല. ഈ മുട്ട്, ഈ ക്ഷാമം മറ്റെന്തിലേക്കോ ഞങ്ങളെ നയിക്കും. ഒന്ന് മാറി ചിന്തിക്കാൻ, ഒന്ന് മടങ്ങി വരാൻ, ഒന്ന് കർത്താവിൻ്റെ കാൽക്കലേക്ക് വന്നിട്ട് എൻ്റെ തെറ്റും കുറ്റവും മനസ്സിലാക്കാൻ, ഞാൻ എവിടെ നിന്നാണ് അകന്നുപോയത്, എവിടെയാണ് വീണുപോയതെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയെ നിങ്ങൾക്കൊന്ന് വിലയിരുത്താമോ? ഞാൻ പ്രവാചകനെപ്പോലെ നിങ്ങൾ ചിലരോട് പറയുന്നു, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഞെരുക്കം എന്തോ നിങ്ങൾക്ക് മാറ്റം വരുത്താനാണ്. ഈ അടുത്ത സമയത്ത് നിങ്ങൾ ഉറക്കെ വിളിച്ച് നിലവിളിക്കുന്ന വിഷയം നിങ്ങളിൽ ഭയങ്കര മാറ്റം വരുത്താനാണ്. അസാധാരണമായ രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ എന്തോ വിഷയം നിങ്ങളുടെ മുമ്പിൽ വാപൊളിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര മാറ്റം, നിങ്ങളിപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം കരുതിയ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് നിങ്ങളെ ഉയർത്താനാണ്. നിങ്ങളെ ചേർത്ത് നിർത്തി 10-20 കൊല്ലമായിട്ട് പൊന്നെ പൊടിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പോൾ വല്ലാത്ത രീതിയിൽ നിങ്ങളോട് ഇടപെടാൻ തുടങ്ങിയെങ്കിൽ അത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്കുള്ളൊരു മാറ്റത്തിനാണ് പ്രിയപ്പെട്ടവരെ. ചിലരുടെ മുഖം മാറിയത്, ചിലർ ഉപദ്രവിക്കാൻ തുടങ്ങിയത്, ചിലർ നിങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയത്, ചിലർ നിങ്ങളെ ശരിക്കും ഞെരുക്കാൻ തുടങ്ങിയത്, ചിലർ നിങ്ങളെ കരയിപ്പിക്കാൻ തുടങ്ങിയത് ഒരു നല്ല ലെവലിൽ കൊണ്ട് എത്തിച്ചുകൂടെ? ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഞെരുക്കവും ഈ കരച്ചിലും ഈ ഉപദ്രവമൊക്കെ നമ്മളെ, ഞാനീ പറഞ്ഞ പോലെ റെയിൽവേ ട്രാക്കിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ കൊണ്ടുപോയി തീർത്താനേ. പക്ഷെ ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട്, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവമായ കർത്താവിനെ നിങ്ങൾ വലുതായി കാണുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഈ തുടക്കം, ഏത് തുടക്കം? ഭയങ്കര വിഷയങ്ങളുടെ തുടക്കം, ഞെരുക്കങ്ങളുടെ തുടക്കം, മനോദുഃഖങ്ങളുടെ തുടക്കം, ഒറ്റപ്പെടലിൻ്റെ തുടക്കം, നിങ്ങൾക്കൊരു ഏകാന്തത ഫീൽ ചെയ്യുന്നതിൻ്റെ തുടക്കം, നിങ്ങൾക്ക് ആരുമില്ലെന്നായിപ്പോയതിൻ്റെ തുടക്കം. ആ തുടക്കത്തിലല്ല ഇപ്പം നിങ്ങൾ. ആ തുടക്കം നിങ്ങളെ കൊണ്ടുപോയി ഒരു ഉത്തുംഗ ശൃംഗത്തിലെത്തിക്കട്ടെ.
ഇവർക്കൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. യാക്കോബിന്, സൂര്യനെ അണിഞ്ഞ സ്ത്രീക്ക്, യെരിഹോവിലെ കുരുടന്, ധൂർത്തുപുത്രന്. നീ വേദപുസ്തകത്തിൽ തപ്പിയാൽ ഇതുപോലെ തുടങ്ങിയ പലരും ജീവിതത്തിൽ നല്ല സ്ഥലത്തെത്തും. ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നു, ഫറവോനെ യോസേപ്പിനെ അറിയാത്തൊരു ഫറവോൻ അവരെ കഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ആ തുടക്കമല്ലേ വിമോചനത്തിലെത്തിയത്. വിപ്ലവാത്മകമായിരിക്കുന്ന 10 അത്ഭുതങ്ങളിലൂടെ ചെങ്കടൽ വറ്റിച്ച് ഫറവോനെ ചെങ്കടലിൽ മുക്കി മരുഭൂമി യാത്രയ്ക്കും ലോകപ്രസിദ്ധമായിരിക്കുന്ന ആത്മീക പശ്ചാത്തലത്തിൻ്റെ തുടക്കം കുറിക്കാൻ അസാധാരണ സംഭവങ്ങൾക്ക് മരുന്നിട്ട് കയറി വരുന്നത് പോലെ കയറി വരാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതെന്താ? ചിലർ നമ്മളെ അറിയാത്തതുപോലെ അങ്ങ് ഇടപെടാൻ തുടങ്ങി. ഇന്നലെ നമ്മൾ ചെയ്ത നന്മകൾ മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതല്ലേ ഒരു വിമോചനത്തിന് മുഖമൊടിയാൻ കാരണമായത്? ഞാൻ പറഞ്ഞു നിർത്തുന്നു. സഹോദരങ്ങളെ, ചില തുടക്കങ്ങൾ നന്മയെ കൊണ്ടെത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഞങ്ങളിൽ തുടങ്ങിയ ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ ചില രോഗലക്ഷണങ്ങൾ, അതുപോലും ഞങ്ങളൊരു മാനസാന്തരത്തിലേക്കും നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും അത്ഭുതത്തിലേക്കും ദൈവപ്രവൃത്തിയിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കും. വേദപുസ്തകം അങ്ങനെയാണല്ലോ പറയുന്നത്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതതുപോലെ ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ വന്നിരുന്നൊന്ന് മനം തിരിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഇതെല്ലാം ഒരു നന്മയുടെ തുടക്കമാക്കി വെച്ചേക്കണേ. ദൈവം അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.